ഷാരിക്ക് ഒരു 42 അംഗ സംഘം ടൂറിന് പോകുന്നു. അതിൽ ഒരു 10 മിനിറ്റ് ഇടവേളയിൽ ഒരു കുട്ടിയെ പെട്ടെന്ന് കാണാതാവുന്നു. അപ്പോൾ അത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഉണ്ടായത്? ഈ പറയുന്ന പോസിബിലിറ്റികൾ, 2 പോസിബിലിറ്റിയും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത പോസിബിലിറ്റികളാണ്. അപ്പോൾ എന്താണ് പാലക്കാട്ടെ ബന്ധുക്കളുടെ ഒരു ചിന്ത, കരുതൽ? എത്രയും പെട്ടെന്ന് കുട്ടിയെ കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയല്ലേ അവർക്കുള്ളത്? ഷാരിഖ്. കാശ്മീർ തീർച്ചയായും എത്രയും പെട്ടെന്ന് കുട്ടിയെ കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബവും അത്തരം ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ്. ആ കുടുംബം ഇപ്പോഴും വിഷമഘട്ടത്തിലാണ്. കാരണം ഒരു 14 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഇന്നേക്ക് 4 ദിവസങ്ങൾ കഴിയുകയാണ്. തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഒരു സൂചന പോലും കുട്ടിയെക്കുറിച്ച് ലഭിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസിനോ അന്വേഷണ സംഘത്തേക്കോ അടുത്തെത്താൻ പോലും കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു വിഷയം. അതായത് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട കടമ്പഴിപ്പുറം കല്ലംപറമ്പിൽ ഊത്തറ വീട്ടിലെ രമേശ് രോഹിണി ദമ്പതികളുടെ മകളായ ശ്രീനന്ദ 14 വയസ്സുകാരിയാണ്. ഏപ്രിൽ 7 വൈകിട്ട് 5:30 കർണാടകയിലെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കാണാതാവുന്നു. ഇവിടെ നിന്ന് അതായത് മണിധാര കുന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കാണാതാവുന്നു. ഇവിടെ നിന്ന് ഒരു പെട്ടെന്ന്, അതായത് 40 അംഗ സംഘം ഈ കുടുംബവും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണ് ഒരു വലിയൊരു ബസ്സിലാണ് ഇവിടെ നിന്ന് വിനോദയാത്രയ്ക്കായി പോയത്. അവിടെ നിന്ന് ഇവരെല്ലാം പിരിഞ്ഞ് ഒരു 4 അംഗ സംഘം, അതായത് നമ്മൾ വിനോദസഞ്ചാരത്തിലേക്ക് പോകുമ്പോൾ ഒരു കുടുംബങ്ങളോ മറ്റോ പോകുമ്പോൾ നമ്മൾ മറ്റ് വേർതിരിഞ്ഞ് പോകുമല്ലോ. അത്തരത്തിൽ ഇവർ എല്ലാവരും വേർതിരിഞ്ഞ് മറ്റ് സ്ഥലങ്ങൾ കാണുന്നതും വെള്ളച്ചാട്ടം കാണുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ സമപ്രായക്കാരായ ആളുകളാണ് ഉണ്ടായിരുന്നത്. അവർ ഈ വെള്ളച്ചാട്ടം കാണുന്നു, ഫോട്ടോ എടുക്കുന്നു, റീൽസ് ചിത്രീകരിക്കുന്നു. ഇത്തരത്തിൽ ഇടയിലാണ് പെട്ടെന്ന് ഒരു 10 നിമിഷത്തിനിടയിൽ കുട്ടിയെ പെട്ടെന്ന് കാണാതാവുന്നത്. ആ തിരോധാനം വലിയ ഒരു ആഘാതമാണ് ആ കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്നത്. കാരണം അപകടത്തിൽപ്പെടാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്ത മനേഷ് മൂർത്തിയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ വലിയച്ഛനും നമ്മളോട് പറഞ്ഞത്, 24-നോട് പറഞ്ഞത്. കാരണം അവിടെ ഹാൻഡ് റെയിലുണ്ട്, വെള്ളച്ചാട്ടത്തിലേക്ക് വീഴാൻ യാതൊരുവിധ സാഹചര്യവും ഉണ്ടായില്ല. അത്തരത്തിൽ അവിടെ ആളുകളുണ്ട്. ആരെങ്കിലും ഈ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ കാണാൻ എല്ലാവിധ സാധ്യതയും എല്ലാം ഉണ്ട്. എന്നിട്ടും കുട്ടി അപകടത്തിൽപ്പെട്ടതാണോ, അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് മറിഞ്ഞതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്നാൽ കുടുംബം ഇപ്പോഴും ആ ദുരൂഹതയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകും എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് കർണാടക ചിക്കമംഗളൂരിലെ റൂറൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളതും. കുട്ടിയെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാകും എന്ന് തന്നെയാണ്. കാരണം 14 വയസ്സുകാരിയാണ്. ആ കുട്ടിക്ക് മറ്റു ഇടങ്ങളിലേക്ക് പോകാനുള്ള വഴി അറിയില്ല, മറ്റൊരു സംസ്ഥാനമാണ്. അപ്പോൾ ആ കുട്ടിക്ക് കയ്യിൽ മൊബൈൽ ഫോണില്ല. അത്തരത്തിൽ കുടുംബാംഗങ്ങളിലേക്ക് ആ കുട്ടിക്ക് എത്തിപ്പെടാനും പറ്റാത്ത ഒരു അവസ്ഥ. ഇല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലും വഴിമാറി 10 മിനിറ്റിനുള്ളിൽ കുട്ടി കാണാൻ മറയത്തായി പോകുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ആ ദൃശ്യങ്ങൾ അതിന്റെ കൈവരി കണ്ടു. ഒരു 6 അടി പൊക്കമൊക്കെ ഉള്ള ഒരാളുടെ, 6 അടിയോളം പൊക്കമുള്ള ആളുടെ ഒരു തോളൊപ്പം ഒക്കെ ഉണ്ട് ആ കൈവരി. അപ്പോൾ കുട്ടി അതിനേക്കാൾ എന്തായാലും പൊക്കക്കുറവുണ്ടാവണം. എന്തായാലും ആ കൈവരി അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഏതെങ്കിലും തരത്തിൽ വീണു പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടം കൂടി നിൽക്കുമ്പോൾ, അവിടെ എപ്പോഴും വലിയ ആൾക്കൂട്ടമുള്ള സ്ഥലമാണ്, ആൾക്കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടാൽ ആരുടെയും ശ്രദ്ധയിൽ പെടാതിരിക്കും, അങ്ങനെ ആരും കാണാതിരിക്കുമെന്ന് കരുതാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, അത്രയും ആൾക്കൂട്ടത്തിൽ നിന്നും തീരെ പൊടിക്കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വാ പൊത്തി തട്ടിക്കൊണ്ടു പോകുമെന്ന് കരുതാം. അത്ര പൊടിക്കുഞ്ഞല്ല. അത്രയും പ്രായമുള്ള ഒരു കുട്ടിയെ അങ്ങനെ ആരുടെയും കണ്ണിൽപ്പെടാതെ തട്ടിക്കൊണ്ട് കിഡ്നാപ്പ് ചെയ്യൽ സാധ്യമാകുമോ? നമുക്കറിയില്ല. ആകെ മൊത്തം ദുരൂഹത അതിലുണ്ട്. അപ്പോൾ 100 അംഗ ദൗത്യസംഘം അവിടുത്തെ തെരച്ചിൽ നടത്തുമെന്നാണ് അറിയുന്നത്. ഇപ്പോഴും പക്ഷേ ആ ദൗത്യസംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതിവേഗം തെരച്ചിൽ, അതിവേഗം അന്വേഷണം നടത്തിയേ മതിയാവുകയുള്ളതിൽ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ കരുതുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.